വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം സ്റ്റീംഡ് അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗിൻ്റെ മൾട്ടി ഫങ്ഷണൽ മാജിക് പോട്ടാണിത്. മെയിൻലി ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. അതുകൂടാതെ ഇതിൻ്റെ പവർ റേറ്റിംഗ്സ്, ഫ്രീക്വൻസി, സൈസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവരോട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക, അതുപോലെ എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യണം, അല്ലാതെ ഇതിൻ്റെ ബാക്കി ഇൻറ്റേർണലി ഉള്ള ഫീച്ചേഴ്സും ഒക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ യൂസർ മാനുവൽ ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് മാനുവലാണ് മെയിൻലി. ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ടുള്ള അതിൻ്റെ പേരും അതിൻ്റെ യൂസസും ഒക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കിഡ്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് നമ്മൾ മാറ്റിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു എഗ് ഹോൾഡർ വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 to 6 എഗ്സ് നമുക്കിതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. വളരെ ചെറുതായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അങ്ങനെ വലിയധികം റേറ്റ് ഒന്നുമില്ല. ഒരു മിനിമം 500 അണ്ടറിൽ മാത്രമേ ഈ ഒരു റേറ്റ് വരുള്ളൂ. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ബോയിൽഡ് എഗ്ഗ് മാത്രമല്ല, നമുക്കല്ലാതെ ഫ്രൈഡ് എഗ്സ് വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അത്യാവശ്യം കുറച്ച് നീളമുള്ള വയർ തന്നെയാണ് കണക്റ്റിംഗ് വയർ വരുന്നത്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 അണ്ടറിലായതുകൊണ്ട് തന്നെ വളരെ ലാഭമായിട്ട് തോന്നുന്നത്. പിന്നെ പക്ഷേ നമ്മളൊരു എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊന്നും എത്തത്തില്ല. കുറച്ചൊരു ആ യെല്ലോ സാധനമൊക്കെ കുറച്ചൊരു സോഫ്റ്റ് പോലെയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ബോയിൽ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു കവർ പോലെ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഹീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൻ്റെ ചെറിയ അണ്ടറിലെ ലെയറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ലെയർ വേണേലും എഗ് ഹോൾഡേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലെയർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ആ ഒരു ലെയർ ഡിവിഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരുന്നത്. പിന്നെ നമ്മൾ ചൂടാക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വെള്ളത്തിൻ്റെ എമൗണ്ട് വേണം എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹാർഡായിട്ട് നമുക്ക് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു 70 ml നമ്മൾ എടുത്തിട്ട് വേണം വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടി. ആദ്യം നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി വരും, എവിടെയൊക്കെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡിഫിക്കൽട്ടി വരും. പക്ഷേ യൂസർ മാനുവലിൽ കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഹാർഡ്നെസ് വേണോ അത്രയും ലെവലിൽ വെള്ളം നമ്മൾ ഒഴിക്കുക. ആദ്യം ഞാൻ കാണിച്ച ആ ഒരു പാനിൻ്റെ ആ ഒരു അടിയിലാണ് വെള്ളം ഒഴിക്കാനുള്ള സ്പേസ് വരുന്നത്. ഇതാണ് 2 എഗ് ഹോൾഡേഴ്സ് വരുന്നത്. ഒരെണ്ണത്തിൽ ഓൾമോസ്റ്റ് ഒരു 7 എഗ് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വാറണ്ടി കാർഡും ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.